നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തി പ്രാപിക്കുമ്പോൾ അമേരിക്കൻ ആക്രമണങ്ങളെ ചെറുക്കാനും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനുമാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടത്. ലോകത്തിലെ മുഴുവൻ എണ്ണ നീക്കത്തിൻ്റെയും 20% നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഇത് അടച്ചിട്ടാൽ ലോകത്തെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. എന്നാൽ ഇത് തടയുമ്പോൾ തന്നെ അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇറാൻ അത് ചെവിക്കൊണ്ടില്ല. ഇതുവഴി വരുന്ന എല്ലാ കപ്പലുകളെയും ഞങ്ങൾ കത്തിച്ചു കളയുമെന്നായിരുന്നു ഇറാൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതിഷേധിച്ചതോടെ ഇന്ത്യയും ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകളെ ഇറാൻ കടത്തിവിട്ടു. പക്ഷേ അത് കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരുന്നു. എങ്ങനെയും ഹോർമൂസ് തുറക്കണം എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. പക്ഷേ അവർ തന്നെ ഹോർമൂസിൽ ഇപ്പോൾ ഉപരോധം തീർക്കുകയാണ്. അമേരിക്ക ഉപരോധിക്കുന്നത് ഇറാൻ തുറമുഖങ്ങളെയാണ്. പക്ഷേ ഇതിനു പകരമായി ഇറാൻ ഹോർമൂസ് അടച്ചിരിക്കുന്നു. ലെബനനിൽ വെടിനിർത്തൽ നിലവിൽ വരികയും അമേരിക്ക ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്താൽ ഹോർമൂസ് തുറക്കുമെന്ന് പിന്നീട് ഇറാൻ പറയുന്നു. ലെബനനിൽ വെടിനിർത്തൽ നിലവിൽ വരുന്നു. സന്തോഷത്തോടെ ഇറാൻ ഹോർമൂസ് തുറക്കുന്നു. പക്ഷേ ഇറാൻ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നതിൽ നിന്നും അമേരിക്ക പിന്നോട്ട് പോയില്ല. ഇതോടെ പ്രകോപിതരായ ഇറാൻ ഹോർമൂസ് വീണ്ടും അടച്ചു. ഒഴിഞ്ഞു എന്ന് കരുതിയ ഒരു വലിയ പ്രതിസന്ധി ലോകത്തിൻ്റെ മുന്നിൽ 24 മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടുമെത്തി. ഉപരോധം പിൻവലിക്കാതെ ചർച്ചകൾക്ക് പോലും വരില്ലെന്ന് ഇറാൻ നിലപാടെടുത്തതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും തിരിച്ചെത്തുന്നു. എന്തുകൊണ്ടാണ് ഹോർമൂസിൽ നിന്ന് തൽക്കാലം പിന്മാറേണ്ട എന്ന് അമേരിക്ക തീരുമാനിച്ചത്? ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതിന് ശേഷമുള്ള സ്ഥിതിഗതികൾ അമേരിക്കൻ സൈന്യവും അതിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രതിസന്ധിയുണ്ടെങ്കിലും ഇറാൻ്റെ കപ്പലുകൾ ചൈനയിലേക്കും ചൈനീസ് കപ്പലുകൾ ഇറാനിലേക്കും നിർബാധം സഞ്ചരിക്കുന്നതായി അമേരിക്കയ്ക്ക് ബോധ്യമായി. ഇതിൽ അമേരിക്കയ്ക്ക് സംശയമുണ്ടാകാതിരിക്കാൻ ചൈനയുടെ പ്രതിഷേധവും സൗഹൃദ രാജ്യങ്ങളുടെ പട്ടികയുമെല്ലാം പുറത്തു വന്നു. പക്ഷേ ദുരൂഹത മനസ്സിലാക്കിയ അമേരിക്ക നിരീക്ഷണം തുടർന്നു. ചൈനയിലേക്കുള്ള കപ്പലുകളിലെല്ലാം എണ്ണയും LPGയും ഒക്കെയാണ്. എന്നാൽ ഇറാൻ തുറമുഖത്തേക്ക് ചൈനയിൽ നിന്ന് വരുന്ന കപ്പലുകളിൽ എന്താണ്? ആദ്യമൊക്കെ അതൊരു സംശയം മാത്രമായിരുന്നെങ്കിലും പതിയെ അമേരിക്ക കാര്യം മനസ്സിലാക്കുന്നു. മിസൈലുകൾ നിർമ്മിക്കാനുള്ള രാസവസ്തുക്കൾ അടക്കമുള്ള അസംസ്കൃത വസ്തുക്കളാണ് ആ കപ്പലുകളിലെന്ന് അമേരിക്കയ്ക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. ഇത് തടയാനാണ് അവർ വൻ നാവികപ്പടയുമായി അമേരിക്ക ഹോർമൂസിലേക്ക് കുതിച്ചെത്തിയത്. 10,000-ഓളം നാവികസേന അംഗങ്ങൾ, പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലടങ്ങുന്ന 12 കപ്പലുകൾ, 100-ലധികം യുദ്ധവിമാനങ്ങൾ എന്നിവയാണ് ഹോർമൂസിൽ അമേരിക്ക വിന്യസിച്ചത്. ഇറാൻ്റെ ശക്തി ഇവരുടെ മിസൈൽ ശേഷിയാണ്. ആക്രമണത്തിനിടയിൽ അമേരിക്ക ഇറാൻ്റെ നിരവധി മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും ലോഞ്ചറുകളും മിസൈൽ സംഭരണശാലകളും തകർത്തിരുന്നു. ഇതോടെ ഇറാൻ്റെ പ്രത്യാക്രമണ ശേഷി കുറയുമെന്നാണ് അമേരിക്ക കരുതിയത്. എന്നാൽ ഇറാൻ്റെ മിസൈൽ ശേഖരത്തിന് കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന അമേരിക്കയുടെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസികൾ നൽകിയ വിവരം അമേരിക്കയെ ഞെട്ടിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ചൈന പോലെയുള്ള രാജ്യങ്ങൾ മിസൈൽ നിർമ്മാണ അസംസ്കൃത വസ്തുക്കൾ ഇറാന് വിൽക്കുന്നുണ്ടെന്ന വസ്തുത അമേരിക്ക തിരിച്ചറിയുന്നത്. ഇറാനിലേക്കുള്ള ഇത്തരം എല്ലാ സപ്ലൈകളും തടയാൻ അമേരിക്ക പദ്ധതി തയ്യാറാക്കി. ഇന്ത്യയിൽ നിന്നും മരുന്നുമായി പോയ വിമാനത്തെ പോലും അമേരിക്ക തകർത്തു. ഇതിനിടയിലാണ് മിസൈൽ നിർമ്മാണ സാമഗ്രികൾ പോകുന്ന റൂട്ട് അമേരിക്ക കണ്ടെത്തുന്നത്. വൻ കപ്പൽപ്പടയുമായി അമേരിക്ക ഹോർമൂസിലെത്തിയതും അതിനാണ്. ഏപ്രിൽ 13-ന് ഇറാൻ തുറമുഖത്തേക്ക് പോവുകയായിരുന്ന ഒരു കപ്പൽ അമേരിക്ക പിടിച്ചെടുത്ത് പരിശോധിച്ചപ്പോൾ അതിലുണ്ടായിരുന്നത് മിസൈൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ US അംബാസഡറും റിപ്പബ്ലിക്കൻ നേതാവുമായ നിക്കി ഹെയ്ലിയാണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് തടഞ്ഞ ഈ കപ്പൽ US നാവികസേന നിർത്താൻ തുടർച്ചയായി ആവശ്യപ്പെട്ടതും നിരസിച്ചതായും പിന്നീട് അവർ പറഞ്ഞു. ഇറാൻ്റെ മിസൈൽ പദ്ധതികൾക്കായി ചൈന രാസവസ്തുക്കൾ നൽകുന്നു എന്നുള്ളതിന് തെളിവാണ് ഇതെന്ന് ഹേലി ചൂണ്ടിക്കാട്ടി. ഇറാൻ ഭരണകൂടത്തെ നിലനിർത്താൻ ചൈന വീണ്ടും സഹായിക്കുന്നുവെന്നും ചൈന നൽകുന്ന സൈനിക പിന്തുണ ഗൗരവമായി കാണേണ്ടതുണ്ടെന്നും നിക്കി ഹേലി മുന്നറിയിപ്പ് നൽകി.
ചൈന ഇറാന് സൈനിക പിന്തുണ നൽകാനുള്ള സാധ്യത ഇപ്പോൾ ഗുരുതരമായ ആശങ്കയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം കപ്പൽ പിടിച്ചെടുത്ത നടപടിയെ സായുധ കടൽ കൊള്ളയെന്ന് വിശേഷിപ്പിച്ച ഇറാൻ ഇതിന് തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഒമാൻ ഉൾക്കടലിൽ തടഞ്ഞുവയ്ക്കപ്പെട്ട MV ടൗസ്ക എന്ന കപ്പൽ ചൈനയിലേക്ക് പതിവായി യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ വ്യൂഹത്തിൻ്റെ ഭാഗമാണെന്നും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കൊണ്ടുപോകുന്നതായി സംശയിക്കപ്പെടുന്നുവെന്നും വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകൾക്ക് ഈ നാവിക ഉപരോധവും കപ്പൽ പിടിച്ചെടുത്തതും വലിയ തടസ്സമായിരിക്കുകയാണ്. ഉപരോധം പിൻവലിക്കാതെ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ കരാറിൽ എത്തുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. നിക്കി ഹേലിയുടെ പ്രസ്താവന സത്യമാണെങ്കിൽ ചൈന ഇറാനിലേക്ക് നടത്തുന്ന ആയുധ കള്ളക്കടത്തിൻ്റെ ഒന്നാം തരം തെളിവാണ് അമേരിക്കയുടെ കയ്യിലുള്ളത്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നിട്ട് പോലും പിടിച്ചെടുത്ത കപ്പൽ അമേരിക്ക വിട്ടുകൊടുക്കാത്തത് അതുകൊണ്ടായിരിക്കാം. യുദ്ധത്തിൽ ചൈനയുടെ പങ്കാളിത്തത്തിന് തെളിവ് ലഭിച്ചാൽ അമേരിക്ക വെറുതെ ഇരിക്കുമെന്നും തോന്നുന്നില്ല. ചൈനയെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സമ്മർദ്ദമായിരിക്കും അമേരിക്ക ഇനി നടത്തുക. ഇറാൻ ഇനി എത്ര തവണ ഭീഷണി മുഴക്കിയാലും ഹോർമൂസിൽ ഇനി അമേരിക്ക കുറച്ചു കാലത്തേക്ക് ഉണ്ടാകും. ഉപരോധങ്ങളെ മറികടക്കാൻ ശ്രമിച്ചാൽ ഇറാന് ശക്തമായ തിരിച്ചടി നൽകാനും അമേരിക്ക മടിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ ഈ ഇടപെടൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്.